ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അവൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരു 10 മിനിറ്റ് പോലും എടുക്കില്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ കുറച്ച് അവൽ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് കഴുകിയിട്ട് നമ്മൾക്ക് അതിങ്ങനെ പിഴിഞ്ഞ് എടുത്ത് മാറ്റി വെക്കണം. ഒരുപാട് നേരം വെള്ളത്തിലിടരുത്, അവൽ അലിഞ്ഞു പോകും. അതുകൊണ്ട് പെട്ടെന്ന് കഴുകി ഉടനെ തന്നെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി ഇട്ട് നമുക്കതൊന്ന് നല്ലതായിട്ടൊന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. കപ്പലണ്ടി കരിഞ്ഞു പോകാതെ വറുത്തെടുക്കാം. ഒന്ന് ജസ്റ്റ് കളറൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. നമ്മൾ വീട്ടമ്മമാരുടെ ഒരു ചിന്തയാണല്ലേ എന്നും ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അവലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, ഒരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു സവാളയോ 2 സവാളയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയാണ് ചേർത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞത് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതെല്ലാം കളറെല്ലാം ഒന്ന് മാറി വരുമ്പോൾ ഒരു തക്കാളിയും 2-3 പച്ചമുളകും അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളുടെ തക്കാളിയും ഉള്ളിയൊക്കെ നല്ല വെന്ത് പരുവമായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതും കൂടിയിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ചാറ്റ് മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്ന അവൽ കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ അവൽ ഒന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഒരു മിനിറ്റ് നേരം എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കണം. അതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ അവലൊന്ന് കഴുകി വാരി വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അത് പെട്ടെന്ന് വെന്തോളും. ഒരു ആവി കയറുമ്പോൾ തന്നെ നമ്മളുടെ അവൽ വെന്ത് കിട്ടും. പിന്നെ എക്സ്ട്രാ വെള്ളം ഒഴിക്കുകയോ വേവിക്കുകയോ ഒന്നിൻ്റെ ആവശ്യമില്ല. 10 മിനിറ്റ് പോലും എടുക്കില്ല ഇത് വേവിക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഉള്ളിയും തക്കാളിയും ഒന്ന് വഴറ്റുന്ന ഒരു സമയം മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഇതാ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവൽ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.